മത്സ്യരാജ്യത്തു നിന്നും ഉത്തരനും ബൃഹന്നളയും യുദ്ധഭൂമിയിലേക്ക് പോയതിനുശേഷം വിരാടൻ വളരെയേറെ അസ്വസ്ഥനായിരുന്നു. ഒരു പിതാവിന്റെ വേദന അദ്ദേഹത്തെ തേടിവന്നു. തന്റെ ഉള്ളിലെ പിരിമുറുക്കം കങ്കന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അങ്ങ് ഭയപ്പെടേണ്ട ആവശ്യമില്ല, അവരെന്തായാലും തിരികെ വന്നിരിക്കും. അർജുന! ആ ശബ്ദം യുദ്ധക്കളത്തിൽ ഇടിമുഴക്കം പോലെ അലയടിച്ചു. തന്റെ പിതാവിനെ പരാജയപ്പെടുത്തിയ അർജുനനോടുള്ള രോഷം അയാളുടെ ശരീരത്തിലെ ഓരോ ഞരമ്പുകളിലും പടർന്നുകൊണ്ടേയിരുന്നു. അശ്വത്ഥാമാവിന്റെ കണ്ണുകൾ അർജുനനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടിരുന്നു. പകയുടെ അഗ്നി ആ കണ്ണുകളിൽ കത്തിപ്പടർന്നുകൊണ്ടിരുന്നു. എന്നാൽ അർജുനൻ ആ ആക്രമണത്തെയെല്ലാം വളരെയേറെ കൃത്യതയോടെ തന്നെ തടഞ്ഞു നിർത്തി. അശ്വത്ഥാമാവും അർജുനനും പരസ്പരം കൊമ്പ് കോർക്കുമ്പോൾ ഒരാളിൽ അതൊരു വിലങ്ങായിരുന്നു. കാരണം ഒരു ഭാഗത്ത് തന്റെ പ്രിയ പുത്രൻ അശ്വത്ഥാമാവ്, മറുഭാഗം തന്റെ പ്രിയ ശിഷ്യൻ അർജുനൻ. അവരിൽ ആർക്ക് എന്ത് സംഭവിച്ചാലും ദ്രോണാചാര്യരിൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല. സ്വയം മുൻപോട്ട് പോകുന്തോറും അശ്വത്ഥാമാവിന്റെ ഊർജം കൂടി വന്നു. ആദ്യമായി ആ യുദ്ധഭൂമിയിൽ അർജുനന്റെ ഉള്ളിൽ ഭയം ജനിച്ചു. അർജുനൻ തളരുവാൻ ആരംഭിച്ചു. എവിടെയാണ് തന്റെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിയതെന്ന ചിന്ത അർജുനന്റെ ഉള്ളിൽ വന്നു. അശ്വത്ഥാമാവിനെ പറ്റി അർജുനൻ ചിന്തിച്ചിട്ടുകൂടി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ അയാളുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ പരിശ്രമിക്കുന്നു. സമയം മുൻപോട്ട് പോകുവാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. കണ്ടു നിൽക്കുന്നവർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അർജുനന്റെ വില്ലിന്റെ ഞാണുകൾ അശ്വത്ഥാമാവിന്റെ അമ്പുകൾ മുറിച്ചിരിക്കുന്നു. അർജുനനും അതൊരു ഞെട്ടലായിരുന്നു. അഭിമാനം നിറഞ്ഞ നിമിഷമായിരുന്നു കൗരവപടയ്ക്കത്. അവരുടെ എല്ലാം സന്തോഷം അവർ പ്രകടമാക്കി. എന്നാൽ അർജുനന് ഞാണുകൾ തിരികെ കെട്ടാൻ അധിക സമയം വേണ്ടി വന്നില്ല. യുദ്ധത്തിലേക്ക് തിരികെ വരുവാനും അധിക സമയം വേണ്ടി വന്നില്ല. പിന്നീട് അർജുനന്റെ പോരാട്ടമായിരുന്നു കൗരവപട കണ്ടത്. അത്രയും നേരം ശാന്തമായി പോരാടിയ അർജുനനെ ആയിരുന്നില്ല പിന്നെ അവർ കണ്ടത്. അയാൾ അലറുവാൻ തുടങ്ങി. അർജുനന്റെ ഈ ഒരു മുഖം യുദ്ധഭൂമിയിലെ എല്ലാവരെയും ഞെട്ടിച്ചു. അശ്വത്ഥാമാവിനെ നിമിഷങ്ങൾക്കുള്ളിൽ അർജുനൻ വീഴ്ത്തി. ശേഷം ബാക്കി ഓരോരുത്തരെയും അയാൾ കീഴ്പ്പെടുത്താൻ തുടങ്ങി. അവസാനമായി ഒരാൾ മാത്രം ബാക്കിയായി. അയാളെ കണ്ടതും ഭയം കാരണം ഉത്തരൻ രഥം നിർത്തി. അർജുനനും ഒന്ന് ഭയന്നു. ഭയന്നത് ആളെ കണ്ടതുകൊണ്ട് മാത്രമായിരുന്നില്ല, അയാളുടെ നിൽപ്പ് കണ്ടിട്ടുകൂടിയായിരുന്നു. കൂടെയുള്ളവരെല്ലാവരും വീണിട്ടും അയാൾ തല ഉയർത്തി നെഞ്ചും വിരിച്ചാണ് നിൽക്കുന്നത്. ഭയം എന്ന വികാരം എന്താണെന്ന് പോലും അയാൾക്കറിയില്ല എന്ന് അർജുനന് തോന്നിപ്പോയി. അങ്ങനെ പിതാമഹന് മുൻപിലും അർജുനൻ അമ്പെയ്യാൻ ആരംഭിച്ചു. ഭീഷ്മ ശക്തനായ ഒരു പോരാളിയാണ്. എന്നാൽ ഇപ്പോൾ ശരീരം അയാളുടെ മനസ്സിന്റെ അത്രയും പിടിച്ചു നിൽക്കുന്നില്ല. അയാളൊരു വൃദ്ധനാണ്. അധിക സമയം അയാൾക്ക് അർജുനന്റെ ഊർജത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ കൗരവപട ആദ്യമായി ഒരു പൂർണ്ണ പരാജയം അനുഭവിച്ചു. എന്നാൽ പരാജയത്തേക്കാൾ വേദന അവർക്ക് മറ്റൊന്നായിരുന്നു. വലിയ ഒരു പടയുടെ മുൻപിലാണ് പരാജയപ്പെട്ടതെങ്കിൽ ഇത്ര മനോവിഷമം ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോ വെറും ഒരുത്തന്റെ മുൻപിലാണ്. മത്സ്യരാജ്യത്തെത്തിയ ഉടൻ തന്നെ അർജുനൻ എല്ലാവരുടെയും വ്യക്തിത്വം രാജാവിന് മുൻപിൽ അവതരിപ്പിച്ചു. വിരാടൻ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്താണിതിന് പകരം വേണ്ടതെന്ന് അയാൾ പല ആവർത്തിയായി അവരോട് ചോദിച്ചു. എന്നാൽ രാജാവിന്റെ സ്നേഹസമ്മാനം വാങ്ങുവാൻ അവർക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല. ശേഷം വിരാടൻ അർജുനനോട് ആ കാര്യം ചോദിച്ചു. എന്റെ പുത്രിയെ ഞാൻ അങ്ങേക്ക് വിവാഹം കഴിച്ചു തരട്ടെ. അങ്ങനെയെങ്കിലും എന്റെ ആഗ്രഹം അങ്ങ് സഫലമാക്കണം. അങ്ങയുടെ പുത്രിയെ ഞാൻ എൻ്റെ മകളെ പോലെയാണ് ഇത്രയും നാൾ കണ്ടത്. എനിക്കത് സാധ്യമല്ല. പക്ഷേ അങ്ങയുടെ ആഗ്രഹം ഞാൻ സഫലമാക്കാൻ എൻ്റെ മകൻ അഭിമന്യു ഉത്തരയെ വിവാഹം കഴിക്കും. അങ്ങനെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ വിവാഹം നടന്നു. കാഴ്ചക്കാരിൽ കൃഷ്ണനുമുണ്ടായിരുന്നു. മാത്രവുമല്ല, ദ്രൗപദിയുടെ പിതാവായ ദ്രുപദനുമുണ്ടായിരുന്നു. ദ്രുപദനെ കണ്ടപ്പോഴാണ് അർജുനന്റെ ഉള്ളിൽ ഒരു ചിന്ത ജനിച്ചത്. അയാൾ ഉടൻ തന്നെ ദ്രുപദനെ മാറ്റി നിർത്തി ആ കാര്യം ചോദിച്ചു. ഞങ്ങളുടെ അജ്ഞാതവാസം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. എന്നാൽ ഇതുവരെയും ഞങ്ങളെ തിരികെ വിളിക്കാനുള്ള ശ്രമം
കൗരവരുടെ പക്കൽ നിന്നും ഉണ്ടായിട്ടില്ല. അങ്ങ് ഈ വിഷയം ഹസ്തിനപുരത്ത് അറിയിക്കണം. ധർമ്മത്തിന്റെ പാത വല്യച്ഛനായ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കണം. അർജുനന്റെ അപേക്ഷയ്ക്ക് ദ്രുപദൻ സമ്മതം മൂളി. എന്നാലും അർജുനന്റെ മനസ്സിൽ സംശയങ്ങളുടെ കൂമ്പാരം കൂടി. ദ്രുപദന്റെ ഈ വാക്കുകളിൽ അവർ അവരുടെ തീരുമാനം മാറ്റുമെന്ന വിശ്വാസം അർജുനനുണ്ടായിരുന്നില്ല. കാരണം ദുര്യോധനന്റെ സ്വാധീനം അവിടെ ശക്തമായി തന്നെയുണ്ട്. അയാൾക്ക് ഭീഷ്മ പിതാമഹനെ വരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും. തന്റെ ഉള്ളിലെ ഈ ചിന്തകൾ അയാൾ തന്റെ സഹോദരന്മാരെ അറിയിച്ചു. എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ലായിരുന്നു. ആരുടെ ഉപദേശം തേടുമെന്ന ചിന്ത അവരെ എല്ലാവരെയും ചിന്തിപ്പിച്ചു. 5 പേരും ആ ആലോചനയിലേക്ക് വീണു. പക്ഷേ എത്ര ആലോചിച്ചിട്ടും അവർക്കതിനൊരു ഉത്തരം ലഭിച്ചില്ല. പിറ്റേ ദിവസവും ഇതുതന്നെയായിരുന്നു. രാജഗുരുക്കന്മാരെല്ലാം തന്നെ ഇപ്പോഴുള്ളത് ഹസ്തിനപുരത്തെ കൊട്ടാരത്തിലാണ്. തങ്ങളുടെ ഒപ്പം ഉണ്ടായവരെല്ലാം കൊട്ടാരം വിട്ടപ്പോൾ പിരിഞ്ഞുപോയി. ആരുടെ ഉപദേശം തേടുമെന്ന ആ ചോദ്യം അവരെ ഇത്ര കുഴയ്ക്കുമെന്ന് അവർ കരുതിയിരുന്നില്ല. കാലത്തു മുതലുള്ള ചർച്ചകളും ആലോചനകളും അവരെ അസ്വസ്ഥരാക്കി. മാത്രവുമല്ല, തൊട്ടപ്പുറത്തെ പക്ഷികളുടെ ശബ്ദം അവരുടെ ആലോചനയെ ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. അർജുനൻ ഉടൻ തന്നെ ദേഷ്യത്തിൽ ആ പക്ഷികളെ ആട്ടിപ്പായിക്കാൻ അവിടേക്ക് പോയി. എന്നാൽ അവിടെ നിലത്ത് കണ്ട ഒരു കാഴ്ച അർജുനനെ ഞെട്ടിച്ചു. അയാൾക്ക് അതിൽ നിന്നും കണ്ണെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം ആ വസ്തുവിൽ അയാൾ തേടിയ ആ ഉത്തരമുണ്ടായിരുന്നു.